കഷ്ടം കേട്ടോ മണ്ടോതിരി. 2 കിലോ കശുവണ്ടി, ഒരു മയം വേണ്ടേ? സാറേ, ഇത് ഭദ്രമായിട്ട് എടുത്ത് വെക്കണം. കശുവണ്ടി കിട്ടാനുള്ള ഫയലാണ്. ആയിക്കോട്ടെ. ഒരു കശുവണ്ടിയുടെ മണമുണ്ടോ? സംശയം. അല്ലടോ മണ്ടു, അയാളെ കശുവണ്ടി കൊണ്ടുവരുമോ? അയാളല്ല, അയാളുടെ അപ്പം കൊണ്ടുവരും. ആരുടെ അപ്പനാണ് വിളിക്കുന്നത്? അല്ല സാറേ, മണ്ടോതിരിയുടെ അപ്പന് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ. ആണോ? പിന്നെ അയ്യോ, അതെനിക്കറിയില്ല. അയ്യോ സാറ്, എന്തോരം കശുവണ്ടി ഉണ്ടായിരുന്ന വീട് അവരുടെ. പിന്നെ ഇങ്ങനെ മല പോലെ കശുവണ്ടി കൂട്ടിട്ടിരിക്കുന്നില്ല ഇവരുടെ വീട്ടില്. പിന്നെ നമ്മള് സാധാരണ ചോറ് അരി വെച്ചിട്ട് അങ്ങനല്ലേ? അതെ. ഇവരങ്ങനല്ല, കശുവണ്ടി കൊണ്ടാ ചോറ് വയ്ക്കുക. ആണോ? പിന്നെ പിന്നെ നമ്മളിപ്പോ ബിരിയാണിയിലൊക്കെ ഒരു 2 കശുവണ്ടിയിലേ ഇടുള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അതെ. ഇവരങ്ങനല്ല, ഇവര് കശുവണ്ടിയിൽ 2 വറ്റ ഇടുള്ളൂ. അതെയോ? ചില ദിവസമൊക്കെ അങ്ങനെ ചെയ്യും. അപ്പോ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ പോവാണ്. എന്താ സാറേ? അതായത് ഞാനൊരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. അത് കലക്കി. സാറേ, അതിലൊരു വീടും കൂടി പണിയണം. വെറുതെ ഈ വാടക കൊടുത്ത് കളയണ്ടല്ലോ. വേണ്ട, അതിലൊരു ചെറിയ വീട് വെക്കണം. സാറേ, വയ്ക്കുമ്പോ ഒരു വലിയ വീട് വെക്കണം. വേണ്ട, അത് പാടില്ല. നമുക്ക് അടിക്കാനും തുടക്കാനൊക്കെ പറ്റിയ ഒരു വീട് പോരെ? അപ്പൊ സാറിന് ഇവിടെ പണിക്ക് വന്നില്ലേ? അതെ. അല്ല, വീട്ടിലടിക്കാനും തുടങ്ങാനും നിൽക്കുക. ശീതള, ഇത് ഞാൻ സ്ഥലം വാങ്ങിക്കുന്നതിന് സർക്കാരിന്റെ അനുമതി ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററാണ്. ഇതൊന്ന് അയച്ചേക്കണം കേട്ടോ. സാറേ, എന്താ പറഞ്ഞു? 1960 കോണ്ടക്ട് റൂൾ നമ്പർ 24 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാര് വീട്, പുരയിടം, വാഹനം ഇതൊക്കെ വാങ്ങിക്കുന്നതിന് സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിക്കണം. അങ്ങനെ ഒരു നിയമമുണ്ടോ? അപ്പൊ ഇതൊന്നും അറിയില്ലേ? സാറേ, കഴിഞ്ഞ വർഷം ഞാനൊരു 7 സെന്റ് സ്ഥലം മേടിച്ചായിരുന്നു. എനിക്ക് ഈ നിയമമൊന്നും അറിയില്ലായിരുന്നു. ഇനി അത് കുഴപ്പാവോ? റൂളൊക്കെ ശരിയാണ് സാറേ, പക്ഷെ ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ നിന്നാ ആർക്കെങ്കിലും ഈ അനുമതി കിട്ടിയിട്ട് വസ്തുവകകൾ മേടിക്കാൻ പറ്റുമോ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്തേ പറ്റൂ. ഇപ്പൊ നമുക്കുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ തന്നെ പാലിച്ചില്ലെങ്കിൽ പിന്നെ അത് വേറെ ആര് പാലിക്കും? അതുകൊണ്ട് താനൊരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ അത് ഡയറക്ടറേറ്റിലേക്ക് അയക്കും കേട്ടോ. അല്ല സാറേ, ഇത് ഡയറക്ടറേറ്റിൽ നിന്ന് സർക്കാരിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് അനുമതി കിട്ടിയിട്ട് വേണ്ട ഇനിയിപ്പോ? അത് കിട്ടുമല്ലോ, 4 മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ശരി, ഞാൻ ശരി സാറേ. ഇതിനി ശ്രീകൃഷ്ണനെങ്ങാനും വേഷം മാറിയിട്ട് വന്നിരിക്കുകയാണ് ഓഫീസിലായിട്ട്. എനിക്കറിയാൻ പാടില്ലാണ്ട്. ഇനിയിപ്പോ എന്റെ 7 സെന്റിന് എന്തെങ്കിലും പറ്റുമോ? തന്റെ ഏതാ സെന്റ്? സാൻഡിലാണോ? അതെ, സാറ് പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഇല്ല, പറയൂ. ഇടയ്ക്കുള്ള ഈ തമാശ ഉണ്ടല്ലോ, ഭയങ്കര ബോറാ. ആണല്ലേ? ഓക്കെ.